ഇന്ത്യൻ ഫാഷൻ റീറ്റെയിൽ രംഗത്തെ ഏറ്റവും ശക്തമായ പേരുകളിൽ ഒന്ന് സ്റ്റുഡിയോ, വെസ്റ്റ്സൈഡ് തുടങ്ങിയ ജനപ്രിയ ബ്രാൻഡുകളുടെ പേര് കേട്ടാൽ തന്നെ മനസ്സിലേക്ക് എത്തുന്ന 1,30,000-ലധികം കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള കോർപ്പറേറ്റ് ബെഹമത്ത് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ ദ വൺ ആൻഡ് ഓൺലി ട്രെൻഡ് ആണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ടാറ്റ ഗ്രൂപ്പിന് 37% പങ്കാളിത്തവും ടാറ്റ സൺസിന് 32.5% സ്റ്റേക്ക് ഹോൾഡിംഗുമാണ് ട്രെൻഡിൽ ഉള്ളത്. ടാറ്റ ഗ്രൂപ്പിന്റെ ഫാഷൻ റീറ്റെയിൽ വിഭാഗമാണ് ട്രെൻഡ് ലിമിറ്റഡ്. പ്രധാനമായും വെസ്റ്റ്സൈഡും സ്റ്റുഡിയോയുമാണ് ട്രെൻഡിന് കീഴിൽ വരുന്ന മുഖ്യ ബ്രാൻഡുകൾ. ഇതിനു പുറമെ സ്റ്റാർ ബസാറും സാറ, മസിമോ ദുത്തി പോലുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളിലും ട്രെൻഡിന് പങ്കാളിത്തമുണ്ട്. മോളുകളിലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലും വസ്ത്രങ്ങൾ, ചെരുപ്പ്, ആക്സസറീസ്, ടോയ്സ്, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയാണ് പ്രധാനമായും വിൽക്കുന്നത്. അപ്പാരൽ ബിസിനസ് തന്നെയാണ് കമ്പനിയുടെ പ്രധാന വരുമാനം. അതും ഭൂരിഭാഗം വെസ്റ്റ്സൈഡിലും സ്റ്റുഡിയോയിലുമൂടെയാണ്. വെസ്റ്റ്സൈഡ് മിഡ് ടു അപ്പ് മാർക്കറ്റ് ഫാഷനിൽ ഫോക്കസ് ചെയ്യുന്ന സെഗ്മെന്റാണ്. സ്റ്റുഡിയോ കുറഞ്ഞ വിലയിൽ ഫാസ്റ്റ് ഫാഷൻ, വാല്യൂ ഫാഷൻ എന്നിവയിലും 1000 രൂപയ്ക്ക് മുകളിലേക്ക് ഒരൊറ്റ സാധനം പോലും നിങ്ങൾക്ക് സ്റ്റുഡിയോ സ്റ്റോറുകളിൽ കാണാൻ കഴിയില്ല. അവിടെയാണ് ട്രെൻഡിന്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ആകുന്നത്. 2025 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ട്രെൻഡിന്റെ അപ്പാരൽ റവന്യൂ ഏകദേശം 99% വെസ്റ്റ്സൈഡ്, സ്റ്റുഡിയോ എന്നീ 2 ബ്രാൻഡുകളിൽ നിന്നാണ്. ഇതിൽ സ്റ്റുഡിയോയുടെ പങ്ക് വേഗത്തിൽ ഉയർന്ന് ഏകദേശം 49%. സ്റ്റുഡിയോ സ്റ്റോറുകൾ ഫോക്കോ അഥവാ ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് മാതൃകയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റോർ തുടങ്ങാൻ നിക്ഷേപം ചെയ്യുന്നത് ഫ്രാഞ്ചൈസി പാർട്ട്ണർമാരും സ്റ്റോർ നടത്തിപ്പ് നിയന്ത്രണവും ട്രെൻഡിനുമാണ്. വിൽപ്പനയിൽ നിന്ന് ഏകദേശം 16% ഫ്രാഞ്ചൈസിക്ക്, ബാക്കി 84% വരുമാനം ട്രെൻഡിനും സ്വന്തം. 2025 സാമ്പത്തിക വർഷത്തിൽ വെസ്റ്റ്സൈഡിൽ ഏകദേശം 52% വരുമാനം, സ്റ്റുഡിയോയുടെ കോൺട്രിബ്യൂഷൻ ഏകദേശം 48%. സ്റ്റാർ ബസാർ, സാറ, മസിമോ ദുത്തി ജോയിന്റ് വെഞ്ചർ എന്നിവയുടെ പങ്ക് വളരെ ചെറുതാണ്. ഇന്ത്യൻ ബ്രാൻഡുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ട്രെൻഡ് അടുത്തിടെ സാറ ജോയിന്റ് വെഞ്ചറിലെ ഓഹരി 35% കുറച്ചു. കോവിഡിന് ശേഷം സ്റ്റുഡിയോയുടെ എക്സ്പ്ലോസീവ് ഗ്രോത്ത് ആണ് കാണാൻ സാധിച്ചത്. അഫോർഡബിൾ ഫാഷൻ സ്ട്രാറ്റജിയാണ് കമ്പനി അവിടെ വർക്കൗട്ട് ചെയ്തത്. അത് ക്ലിക്ക് ആവുകയും ചെയ്തു. നാച്ചുറലി ട്രെൻഡിന്റെ സ്റ്റോക്കും കത്തിക്കയറി. 2021 സാമ്പത്തിക വർഷത്തിൽ നെറ്റ് ലോസിൽ ആയിരുന്ന കമ്പനി പിന്നീട് ലാഭത്തിലേക്ക് തിരിച്ചെത്തി എന്ന് മാത്രമല്ല, വരുമാനം പല മടങ്ങായി ഉയരുകയും ചെയ്തു. റവന്യൂ 2021 2,785 കോടി രൂപയിൽ നിന്നും 2025 സാമ്പത്തിക വർഷമായപ്പോഴേക്കും 17,135 കോടി എന്ന അതിശക്തമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഈ വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാന കാരണമായിട്ട് കരുതപ്പെടുന്നത് സ്റ്റുഡിയോ തന്നെയാണ്. ട്രെൻഡി സ്റ്റൈൽസ് അറ്റ് വെരി ലോ പ്രൈസ് ഉപഭോക്താക്കളെ വലിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്തു. ശരാശരി 2 ആഴ്ച കൂടുമ്പോൾ ഫാഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അട്രാക്റ്റീവായ ഡിസ്കൗണ്ട്സ് നൽകുക വഴി കസ്റ്റമേഴ്സിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ട്രെൻഡിന് കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. അതേസമയം റിലയൻസിൻ്റെ ട്രെൻഡ്സ്, പാൻറ്റലൂൺസ് പോലുള്ള ഫാഷൻ റീറ്റെയിൽ ചെയിനുകൾ മാർജിൻ പ്രഷറും ഡിമാൻഡ് സ്ലോ ഡൗണും നല്ല രീതിയിൽ ഫേസ് ചെയ്തു. അഫോർഡബിൾ എവറിഡേ ഫാഷൻ എന്ന ഒരൊറ്റ തോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോസ്റ്റ് കോവിഡ് സീസണിലെ റീറ്റെയിൽ ഡാർലിംഗ് ആയി ട്രെൻഡ് മാറി. 2021-25 സാമ്പത്തിക വർഷ കാലയളവിൽ ട്രെൻഡ് ഓഹരി വില ഏകദേശം 1000% ഉയർന്നു. മാർക്കറ്റ് ക്യാപിറ്റൽ വൻ കുതിച്ചുചാട്ടവും രേഖപ്പെടുത്തി. ഇനി ട്രെൻഡിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം. കഴിഞ്ഞ 3 വർഷമായി ട്രെൻഡിൻ്റെ ടോപ്പ് ലൈൻ ഗ്രോത്ത് എവിഡൻ്റ് ആണ്. കൺസോളിഡേറ്റഡ് സെയിൽസ് 2022 4,500 കോടി രൂപയിൽ നിന്നും 2023 സാമ്പത്തിക വർഷമായപ്പോഴേക്കും 8,248 കോടിയായി ഉയർന്നു. തൊട്ടടുത്ത വർഷം 12,375 കോടി, ഏകദേശം 50% വളർച്ച. 2025 സാമ്പത്തിക വർഷമായപ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി 17,135 കോടി രൂപ, അതായത് 38% ഗ്രോത്താണ് വരുമാനത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ കാരണം? സ്റ്റുഡിയോ, വെസ്റ്റ്സൈഡ് സ്റ്റോറുകളുടെ റാപ്പിഡ് എക്സ്പാൻഷൻ തന്നെയാണ് കണക്കുകളിൽ മാജിക്കിന് പിന്നിൽ. 2023 സാമ്പത്തിക വർഷത്തിൽ മാത്രം സ്റ്റോറുകളുടെ എണ്ണത്തിൽ 30% വർധനവാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 2022 സാമ്പത്തിക വർഷത്തിലെ 595 കോടി രൂപ എബിഡ അടുത്ത വർഷം 1,114 കോടി രൂപയായി. 2024 സാമ്പത്തിക വർഷമായപ്പോഴേക്കും 1,971 കോടി രൂപയായും ഉയർന്നു. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ മെച്ചപ്പെടാനും ഇത് കാരണമായി. ഫൈനലി നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ 2022 സാമ്പത്തിക വർഷത്തിലെ 394 കോടി രൂപയിൽ നിന്നും 2024 സാമ്പത്തിക വർഷത്തിൽ 1,477 കോടി രൂപയായും ഉയർന്നു. അതിൽ 543 കോടി രൂപയും കമ്പനിയുടെ ലീസ് മോഡിഫിക്കേഷനിൽ നിന്നും വൺ ടൈം ഗെയിനിലൂടെയുമാണ് ലഭിച്ചത്. എങ്കിലും ഈ ഗെയിൻ മാറ്റി നിർത്തിയാലും ട്രെൻഡിൻ്റെ അണ്ടർലൈങ് ഏർണിംഗ് പവർ സ്ട്രോങ് ആയി തുടരുന്നു.
തുടർന്നു എന്നതിന്റെ തെളിവാണ് 2025 പ്രകടനം. 1534 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി അന്ന് നേടിയത്. എമർജിംഗ് കാറ്റഗറീസ് ആയിട്ടുള്ള ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, ഇന്നോവെയർ, ഫുഡ്വെയർ സെഗ്മെന്റുകളിൽ വരുമാനത്തിന്റെ 20% ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആയതും ഗ്രോസ് മാർജിൻ സ്റ്റഡിയായി തുടരുന്നതും കോർ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ശക്തമായി തുടരുന്നു എന്നതിന്റെ സൂചനയാണ്. കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ നോക്കുമ്പോൾ ട്രെൻഡിന്റെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പെർഫോമൻസ് അല്ല നമ്പേഴ്സിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് 2024 സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായപ്പോൾ PE ഉണ്ടായിരുന്നത് ഏകദേശം 200 മടങ്ങിന് അടുത്തായിരുന്നു എന്ന് ഓർക്കുക. 2022 PE 500 മടങ്ങായിരുന്നു. ഓൾറെഡി ഹൈ ബേസ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഗ്രോത്ത് സ്ലോ ആകാൻ തുടങ്ങി. അതിനുശേഷം മാസീവായ റിട്രേസ്മെന്റ് ആണ് ഓഹരികളിൽ ഉണ്ടായത്. 2024 8345 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും ജാനുവരി 2026 3900 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം ഫോർവേഡ് PE 200 നിന്നും 80 മടങ്ങിലേക്ക് കൂപ്പുകുത്തി. പ്രതീക്ഷിച്ചതിലും കുറവ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തതും ഒപ്പം കാനിബലൈസേഷനുമായിരുന്നു ഈ ഡി റേറ്റിംഗിന് കാരണം. SSG അതായത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് മാനേജ്മെന്റ് നൽകിയ 25% എന്ന ഗൈഡൻസിനേക്കാൾ കുറവ് വളർച്ചയാണ് കോർ അപ്പാരൽ സെഗ്മെന്റ് സെയിൽസ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ സ്റ്റുഡിയോ സ്റ്റോറുകൾ റാപ്പിഡായി വർദ്ധിപ്പിച്ചതുകൊണ്ട് തന്നെ ക്ലോത്തിങ് സെഗ്മെന്റിൽ സാച്ചുറേഷൻ ആകാൻ തുടങ്ങി. അതായത് പുതിയ സ്റ്റോറുകൾ ഓൾറെഡി ആക്റ്റീവായ സ്റ്റോറുകളുടെ സെയിൽസ് കുറയ്ക്കാൻ തുടങ്ങി. കുറഞ്ഞു വരുന്ന ഡിമാൻഡ്, സ്ലോവർ ദൻ എക്സ്പെക്റ്റഡ് ഗ്രോത്ത്, അവസാനമായി ഇൻറ്റൻസ് ആയ കോമ്പറ്റീഷൻ എന്നിവയുടെ കോമ്പിനേഷൻ ട്രെൻഡിന്റെ വാല്യുവേഷനെ സമ്മർദ്ദത്തിലാക്കി. ഇനി Q3 അപ്ഡേറ്റിലേക്ക് വരാം. Q3യിൽ വരുമാന വളർച്ചയിൽ വന്ന മോഡറേഷനാണ് ഓഹരി വില ഇടിയാൻ കാരണമായത്. അനലിസ്റ്റ് മീറ്റിംഗുകളിൽ മുൻപ് കമ്പനി സൂചിപ്പിച്ചിരുന്ന ഏകദേശം 25% റവന്യൂ ഗൈഡൻസിനേക്കാൾ കുറവായി. മൂന്നാം പാദത്തിൽ റവന്യൂ 17% ഗ്രോത്ത് മാത്രമായിരുന്നു കാഴ്ചവെച്ചത്. കമ്പനിയുടെ ഗ്രോത്ത് ഹെൽത്തി ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഉയർന്ന ബേസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായ ഈ സ്ലോ ഡൗൺ ട്രെൻഡിന്റെ നിയർ ടേം വളർച്ചാ സാധ്യതയും ഹൈ വാല്യുവേഷൻ സസ്റ്റൈനബിലിറ്റിയും കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഓഹരിയിൽ ഉണ്ടായ ശക്തമായ ഇടിവ് ട്രെൻഡിന്റെ വാല്യുവേഷനിൽ ഒരു ഗണ്യമായ റീസെറ്റിന് കാരണമായിട്ടുണ്ട്. നിലവിൽ ട്രെൻഡിന്റെ ഓഹരി 2027 സാമ്പത്തിക വർഷത്തിന്റെ എസ്റ്റിമേറ്റഡ് ലാഭത്തിന്റെ ഏകദേശം 72 ടൈംസ് എന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് കമ്പനിയുടെ 5 വർഷത്തെ ശരാശരി വാല്യുവേഷനായ 95 മടങ്ങിനേക്കാളും ഗ്രോത്ത് മൊമെന്റം പരമാവധി ആയിരുന്ന സമയത്തെ 140 മടങ്ങിനേക്കാളും പീക്ക് മൾട്ടിപ്പിളിനേക്കാളും വളരെ താഴെയാണ്. പെഗ് റേഷ്യോ ഏകദേശം 4 മടങ്ങായി ഉയർന്നു. കാരണം ഇനി പ്രതീക്ഷിക്കുന്ന വളർച്ച ഏകദേശം 18% സെയിൽസ് CAGR മാത്രമാണ്. മുൻപ് കമ്പനി 55% CAGR വളർച്ച കൈവരിച്ചിരുന്ന സമയത്ത് പെഗ് ഏകദേശം 2.5 മടങ്ങായിരുന്നു. അതായത് ലാഭത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇപ്പോഴും പോസിറ്റീവായിരിക്കുമ്പോഴും വളർച്ചയുടെ വേഗം കുറഞ്ഞ സാഹചര്യത്തിൽ വിപണി നിലവിലെ സാഹചര്യത്തിൽ നിന്നും വീണ്ടും ഒരു ഹൈ വാല്യുവേഷൻ നൽകാൻ തയ്യാറല്ല എന്നതാണ്. കമ്പനിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇൻറ്റൻസ് കോമ്പറ്റീഷൻ തന്നെയാണ്. റിലയൻസിൻ്റെ ട്രെൻഡും യൂസ്റ്റയും ആദിത്യ ബിർളയുടെ പാൻഡലൂൺസും അഗ്രസീവ്ലി എക്സ്പാൻഡ് ചെയ്യുന്നത് കൺസേണിംഗ് ആണ്. കാരണം ട്രെൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതേ സെഗ്മെൻറ്റിലാണ് ഈ കമ്പനികളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ ഫാഷൻ പ്ലെയേഴ്സായ റിലയൻസ് വഴി ഇപ്പോൾ വീണ്ടും ഇന്ത്യയിൽ എൻട്രി നേടിയിരിക്കുന്ന ഷെയിൻ കോമ്പറ്റീഷൻ ഇൻറ്റൻസ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ വിലയിൽ നിന്നും വീണ്ടും ഡിസ്കൗണ്ട് നൽകാൻ ട്രെൻഡ് പ്രേരിതമാകുകയാണ്. സ്വാഭാവികമായും സെയിൽസും മാർജിനും സമ്മർദ്ദത്തിലാകുമെന്ന് അനലിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാല്യൂ ഫാഷനിലേക്ക് റിലയൻസ്, ആദിത്യ ബിർള ഒപ്പം ഗ്ലോബൽ പ്ലെയേഴ്സും ഒരുപോലെ പ്രവേശിക്കുന്നത് സ്റ്റുഡിയോയിലൂടെ ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന മാർക്കറ്റ് ഷെയർ ആധിപത്യം ഇല്ലാതാക്കും. മുൻ വർഷങ്ങളിൽ റെക്കോർഡ് വളർച്ച കൈവരിച്ചിരുന്ന ട്രെൻഡിന് മുൻപോട്ടും ഈ ഗ്രോത്ത് നിലനിർത്തുക എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. കമ്പനിയുടെ തന്നെ ശക്തമായ എക്സ്പാൻഷൻ, പ്രത്യേകിച്ച് 2025 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിൽ സ്റ്റുഡിയോ ഏകദേശം 132 പുതിയ സ്റ്റോറുകൾ ചേർത്തത് കാനിബലൈസേഷനിലേക്ക് നയിക്കുകയാണ്. ഇവിടെ അനലിസ്റ്റുകൾ പ്രധാന ഫാക്ടറായി ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ സ്റ്റോറുകൾ കുറയ്ക്കുമ്പോൾ കസ്റ്റമർ സ്പെൻഡിങ്ങിന് വലിയൊരു ഭാഗം പഴയ സ്റ്റോറുകളിൽ നിന്നു തന്നെ പുതിയവയിലേക്ക് മാറുന്നു എന്നതാണ് ഇവിടെ നടക്കുന്നത്. അതിലുപരി നെറ്റ് ഡിമാൻഡ് വർധനവ് ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ലഭിക്കേണ്ട മാർജിൻ നേട്ടങ്ങൾ പോലും നിലച്ചു പോകാനുള്ള സാധ്യത ഉയരുന്നുണ്ട്. ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് 2025 അവസാന ഭാഗത്തിൽ ഓരോ സ്റ്റോറിലെയും വിൽപ്പന വർഷത്തോട് വർഷം ഏകദേശം 11% ഇടിഞ്ഞതായാണ്. ഇനി ട്രെൻഡിൻ്റെ സ്റ്റോർ എക്സ്പാൻഷൻ മോഡലിൽ ഷോർട്ട് ടേം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി വിപണി കണക്കാക്കുന്നു. കമ്പനി ഫേസ് ചെയ്യുന്ന അടുത്ത ചാലഞ്ച് മാക്രോ എക്കണോമിക് സ്ലോ ഡൗൺ ആണ്. ഈ കഴിഞ്ഞ പാദത്തിൽ കൺസ്യൂമർ സെന്റിമെന്റ് മ്യൂട്ടഡ് ആയിരുന്നു എന്നൊരു മാനേജ്മെന്റ് കമന്ററി ഉണ്ടായി. അതായത് അൺസീസണൽ റെയിൻസ്, GSTയിലെ മാറ്റങ്ങൾ, താരിഫ് എന്നിവ കാരണം സ്ലോ ഡൗൺ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് കുറയ്ക്കും എന്നതാണ് മെയിൻ റിസ്ക്.
അടുത്തത് വാല്യുവേഷൻ കൺസേൺ തന്നെയാണ്. ഇപ്പോഴും ട്രെൻഡ് ഓഹരി ഉയർന്ന വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്നതിനാൽ വളർച്ചയിൽ ചെറിയ തോതിലുള്ള പിഴവുകൾ പോലും നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. മുൻപ് കമ്പനി ഏകദേശം 25% വളർച്ച സൂചിപ്പിച്ചിരുന്ന ഗൈഡൻസ് ഹൈ എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി. ഈ പ്രതീക്ഷകൾ നിറവേറ്റാനായില്ലെങ്കിൽ ഓഹരികൾ ശക്തമായ സെൽ ഓഫ് ഉണ്ടാക്കുമെന്നതാണ് അടുത്തിടെ കണ്ടത്. കടബാധ്യതയോ ഇൻവെന്ററിയോ റിസ്കോ ഇപ്പോൾ വലിയ പ്രശ്നമല്ല, കാരണം ട്രെൻഡ് ലാർജ്ലി നെറ്റ് ക്യാഷ് കമ്പനിയാണ്. എന്നാൽ പെട്ടെന്നുള്ള ഉയർന്ന ഇൻഫ്ലേഷൻ, ഇൻപുട്ട് ചെലവ് വർധനവ് അല്ലെങ്കിൽ മറ്റ് സർപ്രൈസ് റിസ്ക് ഷോക്കുകൾ ഉണ്ടായാൽ അതിൻ്റെ ആഘാതം പ്രീമിയം വാല്യുവേഷൻ ഓഹരിയെ ബാധിച്ചേക്കും. അതേസമയം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കാം. ട്രെൻഡിൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ സ്റ്റോർ ദുബായിൽ തുടങ്ങിയതും ജിയോഗ്രാഫിക് ആൻഡ് കാറ്റഗറി ഡൈവേഴ്സിഫിക്കേഷനെയാണ് കൃത്യമായി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പുതിയ പ്രീമിയം മെൻസ്വെയർ ബ്രാൻഡ് സമോ അവതരിപ്പിച്ചത് മാർജിനുകളും ബ്രാൻഡ് മിക്സും മെച്ചപ്പെടുത്താനുള്ള നീക്കമായി തന്നെയാണ് കാറ്റഗറി ഡൈവേഴ്സിഫിക്കേഷനും വ്യക്തമാക്കുന്നത്. ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. പ്രൊമോട്ടർ പങ്കാളിത്തം ഏകദേശം 37%. അതിനാൽ തന്നെ കമ്പനിക്ക് ക്യാപിറ്റലിലേക്കുള്ള സ്റ്റഡി ആക്സസും ബ്രാൻഡ് സപ്പോർട്ടും കമ്പനിക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പുറത്തുള്ള ബ്രാൻഡുകളിൽ ആശ്രയിക്കാതെ സ്വന്തം ബ്രാൻഡുകൾക്കാണ് മുൻതൂക്കം. ഇതിലൂടെ ഗ്രോസ് മാർജിനുകൾ ആരോഗ്യകരമായി നിലനിർത്താൻ ട്രെൻഡിന് സാധിക്കുന്നുണ്ട്. ട്രെൻഡിന് സെയിം സ്റ്റോർ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും കോസ്റ്റ് ഡിസിപ്ലിൻ ശക്തമാക്കുകയും ചെയ്യുക എന്നതാകും മുൻപിലുള്ള ലക്ഷ്യം. അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ക്ലോസ് ചെയ്യുകയും ഇൻവെന്ററി ടൈംലി ബേസിസിൽ റിഫ്രഷ് ചെയ്യുകയും കൂടാതെ ഡിജിറ്റൽ ചാനൽ സെയിൽസ് തുടർന്നും വർദ്ധിപ്പിക്കുകയുമാണെങ്കിൽ ഭാവിയിൽ റീറേറ്റിംഗ് ഉണ്ടായേക്കാമെന്നും അനലിസ്റ്റുകളുടെ അനുമാനമുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ സഹായം ഉറപ്പുവരുത്തുക. സ്റ്റോക്ക് ഡിസ്കവറിയുടെ പുതിയൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.